അസാധാരണ സംഭവങ്ങളുടെ ആകെ തുകയായിരിക്കും ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്ന് ഓർപ്പിച്ചുകൊണ്ട് ലാലേട്ടന്റെ ഒരു പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ നമുക്ക് ചുറ്റുപാടിലുമുണ്ട്. അവരിൽ പല വ്യക്തികളും വർഷങ്ങളായി ബിഗ് ബോസിന്റെ പല പതിപ്പുകൾ, മലയാളം, ഹിന്ദി അങ്ങനെയുള്ള പല പതിപ്പുകളിലുള്ള ഈ ഷോ നിരന്തരം വാച്ച് ചെയ്യുകയും അതിനകത്ത് വിന്നേഴ്സ് ആയിരിക്കുന്ന വ്യക്തികളുടെ തന്ത്രങ്ങൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മലയാളം ബിഗ് ബോസിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റിയതിനു ശേഷം അവിടെ ആ പഠിച്ച തന്ത്രങ്ങളൊക്കെ പയറ്റി എങ്ങനെയെങ്കിലും 100 ദിവസം തികയ്ക്കുകയും ഒടുവിൽ കപ്പെടുക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. അവരിൽ പലരും അവരുടെ പല വീഡിയോകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ക്ലിപ്പുകളിൽ കൂടി അവരുടെ അന്തർഗതം പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞതുകൊണ്ടായിരിക്കാം ലാലേട്ടൻ ഇപ്പോൾ വന്നിട്ട് പറയുകയാണ്, ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും ഒന്നും അവിടെ വിജയിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഏകദേശം മാർച്ച് 10 ബിഗ് ബോസിന്റെ സീസൺ 6 തിരശ്ശീല ഉയരും എന്നാണ് കരുതപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള ഓഡീഷനുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അറിയുവാനും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി തയ്യാറെടുപ്പുകളോടുകൂടി ഓഡീഷനിൽ പങ്കെടുത്ത് ഒടുവിൽ ഫൈനൽ കോളിന് വേണ്ടി കാത്തിരിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അവരോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കരുതി കൂട്ടിയിരിക്കുന്നത് ഒന്നുമല്ല അവിടെ സംഭവിക്കുവാൻ പോകുന്നത്. അപ്രതീക്ഷിതമായ ഒട്ടനവധി സംഭവങ്ങൾക്കായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 6 സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത്. അതുമാത്രമല്ല, ഈ പ്രൊമോയിൽ കൂടി കഴിഞ്ഞ നാളുകളിൽ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പല കാഴ്ചയും ഇക്കുറി ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ കൂടി ലാലേട്ടൻ നൽകുകയാണ്. മനോഹരമായ ഒരു പരസ്യ ചിത്രീകരണത്തിൽ കൂടിയാണ് ഈ വിഷയം പ്രേക്ഷകരുടെ മുൻപിലേക്ക് ലാലേട്ടൻ കൊണ്ടുവന്നെത്തിക്കുന്നത്. അരശുമൂട്ടിൽ അപ്പുക്കുട്ടൻ എന്ന 1ാം റാങ്കുകളുടെ കളിത്തോഴനായ ഒരു പയ്യനെയാണ് ഈ പ്രൊമോയിൽ കൂടി പ്രേക്ഷകരുടെ മുൻപിൽ ഉയർത്തിക്കാട്ടുന്നത്. ജീവിതത്തിലുടനീളം സംഭവിച്ചിട്ടുള്ള പരീക്ഷകളിലെല്ലാം 1ാം റാങ്കുകൾ മാത്രം കരസ്ഥമാക്കിയ അരശുമൂട്ടിൽ അപ്പുക്കുട്ടൻ അതിനുവേണ്ടിയുള്ള കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. താൻ സ്വയമായി റിവിഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. രാപകലില്ലാത്ത പ്രാക്ടീസുകൾ നടക്കുന്നു. അതിനിടയിൽ അവൻ യോഗ ചെയ്യുന്നു. അപ്പൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിക്കുന്നു. കൃത്യമായി ഭക്ഷണം ശീലമാക്കുന്നു. ബ്രീത്തിങ് എക്സർസൈസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ റാങ്ക് ഹോൾഡറിന് ആവശ്യമുള്ളതും അതിനപ്പുറവുമുള്ള തയ്യാറെടുപ്പുകളുമായി അരശുമൂട്ടിൽ അപ്പുക്കുട്ടൻ പരീക്ഷാ ദിവസം രാവിലെ ഡ്രസ്സ് ചെയ്ത് വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. സൈക്കിളിലാണ് പരീക്ഷാ ഹാളിലേക്ക് താൻ പോകുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി ആക്സിഡന്റിൽ പെടുന്നു. ശരീരത്തിന് വലിയ മുറിവുകൾ ഉണ്ടാകുന്നു. ഒടുവിൽ ഹോസ്പിറ്റൽ കിടക്കയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. മത്സര പരീക്ഷയിൽ ലഭിക്കുവാൻ പോകുന്ന അടുത്ത 1ാം റാങ്കിനെ സ്വപ്നം കണ്ടുകൊണ്ട് വീട്ടിൽ നിന്നും ആവേശത്തോടെ ചാടിത്തുള്ളിപ്പോയ അരശുമൂട്ടിൽ അപ്പുക്കുട്ടൻ കുഴിയിൽ വീണൊടുവിൽ ഹോസ്പിറ്റൽ കിടക്കയിലായിരിക്കുമ്പോൾ ലാലേട്ടൻ അയാളെ വിസിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, പോട്ടമോനെ, ജീവിതം അൺപ്രഡിക്റ്റബിൾ അല്ലേ? തുടർന്ന് ലാലേട്ടൻ പ്രേക്ഷകരോട് ഇങ്ങനെയാണ് പറയുന്നത്, ഇതിലും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്ന്. വളരെ മനോഹരമായിട്ടാണ് ഈ പ്രൊമോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ മനോഹരമായി ചിത്രീകരിച്ച പല പ്രൊമോകളും മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഇപ്പോഴും മറക്കാതെ നിൽക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രൊമോയായിരുന്നു. അത് ബാറ്റിൽ ഓഫ് ഒറിജിനൽ എന്നുള്ളതായിരുന്നു. അതെ, ഞാൻ ഒരു കോപ്പി കാറ്റ് അല്ല, ഒറിജിനലായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കളി തുടങ്ങിയപ്പോൾ മുതൽ അവസാനിക്കുന്ന സമയം വരെയോളം ഒരു കൂട്ടം ഫേക്കുകൾ അഴിഞ്ഞാടിയ സീസൺ 5 അതാണ് ഓർമ്മ വരുന്നത്. അതുപോലെ ആയിരിക്കുമോ ഇത് എന്നുള്ളത് നാം ഇനിയും കണ്ടറിയുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇതിനോടകം അനേക ജനഹൃദയങ്ങളെ ആകർഷിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ 6 വേണ്ടി. ജീവിതം അൺപ്രഡിക്റ്റബിൾ ആണ്. ഇതിലും വലിയ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും സീസൺ 6 നടക്കാൻ പോകുന്നത് എന്ന് ലാലേട്ടൻ പറയുമ്പോൾ അതങ്ങനെ തന്നെ ആയിത്തീരട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്നുകൂടി ഓർപ്പിക്കുന്നു.